എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നല്ലൊരു ഉള്ളിച്ചമ്മന്തിയാണ്. നാളികേരത്തിന് വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നാളികേരം ഒഴിവാക്കി വളരെ എളുപ്പത്തിൽ ഇനി ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിച്ചമ്മന്തിയാണ്. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം വിളമ്പാനും നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് നല്ലൊരു ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ കുറച്ച് ഉള്ളി ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ കൊച്ചുള്ളി കിട്ടാത്ത നാടാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് സവാള പൊടിയായി തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൊച്ചുള്ളി നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമിയും കൂടി എടുത്തു വെക്കാം. ഞാനിവിടെ നേരത്തെ കാണിച്ച അത്രയും കൊച്ചുള്ളി ഇതിലേക്ക് എടുത്തിട്ടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളതും. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി ഞാനിവിടെ ഇതുപോലെ ഒന്ന് തിരുമി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. 2 സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർക്കേണ്ടത്. കൂടെ തന്നെ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു കഷ്ണം പുളി കൂടെ നമുക്ക് ചേർക്കാം. ഞാനിവിടെ പിഴുപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ കൈ ഉപയോഗിച്ചാണ് തിരുമ്മിയെടുക്കേണ്ടത്. പുളിയും മുളക് പൊടിയും കൊച്ചുള്ളിയൊക്കെ ചേർത്ത് നല്ല പോലെ തിരുമ്മിയെടുക്കുമ്പോഴാണ് കൊച്ചുള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നത്. അതിനുശേഷം കൊച്ചുള്ളി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടി തിളപ്പിച്ചെടുക്കണം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർക്കാം. നല്ലോണം തിളച്ചു വന്നിട്ടുള്ള ഈ ഒരു എണ്ണ തിരുമ്മി വെച്ചിട്ടുള്ള കൊച്ചുള്ളിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം. ഇത് നല്ല ചൂട് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളവും കുറച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഇതേപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇത്രയും കട്ടിയോടുകൂടി തന്നെയാണ് നമുക്ക് ഈ ചട്നി തയ്യാറാക്കി എടുക്കേണ്ടതും. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.